ഭാരതാംബ ചിത്ര വിവാദത്തിൽ നിലപാട് കടുപ്പിക്കാൻ രാജ്ഭവൻ. ഭാരതാംബ രാജ്യത്തിന്റെ ഏകതയുടെ പ്രതീകമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജ്ഭവനിലെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് തുടരും. സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധങ്ങളെ അവഗണിക്കാനുമാണ് തീരുമാനം. We cannot do away with Bharat Mata. Bharat Mata has to be in us always, all the time, all the seasons. Bad season or right season, good season. All these things at all the time, Bharat Mata is with us. And you all are students, you must have read the history. Bharat Mata was not born in 1947. It was not born when we adopted constitution. Bharat Mata is in existence for thousands and thousands of years. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയല്ലേ ഇപ്പോൾ ഗവർണറുടെ ഈ ഒരു നിലപാട്? വിഷ്ണു, അങ്ങനെ തന്നെയാണ്. എന്താണ് ഭാരതാംബ? അത് ഈ ഭാരതീയരുടെ ചിന്താമണ്ഡലത്തിൽ എങ്ങനെയാണ് ഭാരതാംബ വിവക്ഷിക്കപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഗവർണറുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടത്. എല്ലാവരും ഭാരതാംബയുടെ മക്കളാണ്. നമ്മളെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഭാരതാംബയുടെ മക്കളാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ പോലും ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും തങ്ങളുടെ സഹോദരന്മാരാണെന്ന് പറയുന്നതും എന്നൊക്കെയാണ് ഗവർണർ കൃത്യമായി ആ ഒരു സന്ദേശമായി ഉറച്ച നിലപാടായി ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഭാരതാംബയെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയ CPM-ൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ നിലപാടിൽ ഗവർണർക്ക് വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു കാരണവശാലും, ഇടയ്ക്കൊന്ന് അയഞ്ഞിരുന്നെങ്കിലും ഇനി ഒരു കാരണവശാലും ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകണ്ട എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രാജ്ഭവന്റെ ഒരു വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തികച്ചും ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളത് രാജ്ഭവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഗവർണർക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇനിയൊരു മാറ്റം, ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണ്ട എന്നുള്ളൊരു ഉറച്ച നിലപാടിലേക്ക് ഗവർണറും രാജ്ഭവനും ഒക്കെ പോയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇനി രാജ്ഭവനിൽ നടക്കുന്ന ഏതൊരു പരിപാടിക്കും, അതിന് സർക്കാർ പരിപാടിയാണെങ്കിലും ശരി അല്ലാത്ത പരിപാടിയാണെങ്കിലും ശരി, ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെ ഗവർണർ പോയി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നേടുന്ന രീതിയിലേക്കൊന്നും രാജ്ഭവൻ പോകുന്നില്ല. നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ആ വാർത്താക്കുറിപ്പ് തന്നെ സർക്കാരിനുള്ള കൃത്യമായ മറുപടിയാണ് എന്നുള്ള നിലയിലാണ് രാജ്ഭവൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്കോ നടപടികൾക്കോ രാജ്ഭവൻ നിലവിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ആകെയുള്ളൊരു തീരുമാനം നിലവിൽ ഇനി എന്തായാലും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്ന ആ സമീപനത്തിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്കില്ല എന്നുള്ളതാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ രാജ്ഭവനിലെ എല്ലാ പരിപാടികൾക്കും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ പെരുമാറ്റത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു നിയമസഭയിലെ ഒരു അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആ സമീപനം തന്നെയാണ്, അതല്ലെങ്കിൽ അതേപോലെയുള്ള രീതിയാണ് മന്ത്രി വീണ്ടും ആവർത്തിക്കുന്നത് എന്നൊക്കെയാണ് നവമാധ്യമങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ. കഴിഞ്ഞ കുറച്ചു കാലമായി ഏതാണ്ട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം അത് തുടങ്ങിയ സമയം തൊട്ട് തീവ്ര മുസ്ലിം സംഘടനകളെ അനുനയിപ്പിക്കാനും അവരെ പ്രീണിപ്പിക്കാനും വേണ്ടിയുള്ള പല നിലപാടുകളും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ഉണ്ടായത് എന്നുള്ളതുമാണ് നവമാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന വിമർശനം. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ ചില തീവ്ര നിലപാടുകാർക്ക് അവർക്ക് താല്പര്യമുള്ള വിധത്തിൽ, അവർ എപ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭാരതാംബയുടെ ചിത്രത്തെയും ദേശീയ ഗാനത്തെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു സമീപനത്തിലേക്ക്, ഗവർണറുടെ ഓഫീസിനെയും ഗവർണറെ വ്യക്തിപരമായി തന്നെയും അവഹേളിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടികളും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇത്തരമൊരു സർക്കാരിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു സമീപനത്തിലേക്ക് ഗവർണറും രാജ്ഭവനും ഒക്കെ പോയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവാദങ്ങൾക്കൊക്കെയുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ പരിപാടികൾ ഇനി രാജ്ഭവനിൽ വെച്ച് നടത്തുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ? കാരണം രാജ്ഭവൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ വെച്ച് നടക്കേണ്ട ചില പരിപാടികളുണ്ട്, അവിടെ വെച്ച് തന്നെ നടത്തേണ്ട, നിയമപരമായി നടത്തേണ്ട സർക്കാർ പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും ഏത് സർക്കാരാണെങ്കിലും രാജ്ഭവനിൽ വെച്ച് തന്നെ നടത്തിയിട്ടുള്ള പരിപാടികളുമുണ്ട്. അപ്പോൾ അത്തരം
കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഏറ്റുമുട്ടലുകൾക്കും വരും ദിവസങ്ങളിൽ പോകും. എന്തായാലും ഗവർണർ ഭാരതാംബയെ അപമാനിക്കുന്ന, ഭാരതാംബയെ അവഹേളിച്ച സംസ്ഥാന സർക്കാരിൻ്റെയും മന്ത്രി വി ശിവൻകുട്ടിയുടെയും നടപടികളിൽ തികച്ചും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത്. അതിൻ്റെ ആസൂത്രിത സ്വഭാവം കൂടി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് രാജ്ഭവനും ഗവർണറും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. വിഷ്ണു, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.